ഓണത്തിന് നമുക്ക് വീടൊരുക്കാൻ നല്ല ഭംഗിയായിട്ട്, അപ്പോൾ നമുക്ക് മറ്റൊരാളെയും സഹായമില്ലാതെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരുപാട് ടിപ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് ടിപ്സ് ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇനി ഓണമൊക്കെയാണ് വരുന്നത്, അത് പ്രമാണിച്ച് ഞാനിതൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഞാനിതാ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഗസ്റ്റ് വരുന്ന സമയത്ത് ആദ്യം കാണുന്നത് മുൻവശം തന്നെയാണ്. അപ്പോൾ ഞാൻ കരുതി ആദ്യം തന്നെ മുൻവശത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന്. അങ്ങനെ ഞാനിതാ ആവശ്യമില്ലാത്ത ചെരുപ്പും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ വീടിൻ്റെ മുൻവശത്ത് ചെരുപ്പ് അവിടെ ഇവിടെയായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു നീറ്റ് അല്ലാതെ പോലെ തോന്നിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ചെരുപ്പിൻ്റെ സ്റ്റാൻഡ് മീഷോയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മുന്നേ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മുകളിലത്തെ ഭാഗം ഞാൻ റിമൂവ് ചെയ്തിട്ട് അത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ നമുക്ക് വീടിൻ്റെ മുൻവശത്ത് ചെരുപ്പ് അവിടെ ഇവിടെയായിട്ട് കിടക്കുന്നതിനേക്കാളും നല്ലത് ആ ഒരു റാക്കിലെടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ വീടിൻ്റെ മുൻവശം കാണാനായിട്ട് നല്ലൊരു നീറ്റുള്ളതുപോലെ തോന്നിക്കും. ഓണത്തിന് ഇനി 2 ആഴ്ച ഉണ്ടെങ്കിലും നമ്മളിതുപോലെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ എളുപ്പമുണ്ടാവും. ഇനിയിപ്പോൾ ഓണമായിട്ട് നമുക്ക് ചെയ്തെടുക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ തിരക്കിൽ നമുക്കൊന്നും വയ്യാണ്ടാവും. നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടാവും, പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, വയ്യാന്നുള്ള അവസ്ഥയിലെത്തും. അതിനേക്കാളും നല്ല നമ്മളിതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണികൾ തീർക്കാൻ എളുപ്പമുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ ഓണമായാലും നമുക്ക് ക്ലീനിങ്ങിൻ്റെ പരിപാടി ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ ഞാനിതാ ഫ്രണ്ട് ഭാഗത്ത് അമ്മ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ ഫ്രണ്ട് ഭാഗത്ത് കയറുന്ന ഭാഗത്തുള്ള ചെടിയൊന്ന് മാറ്റുന്നുണ്ട്. അങ്ങനെ ഞാനിതാ ഫ്രണ്ട് ഭാഗത്തുള്ളത് ഒക്കെ ഒഴിവാക്കി അന്ന് അടിച്ച് വാരിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാനിന്ന് നമ്മൾ കയറി വരുന്ന ഭാഗത്തൊന്ന് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ വീടിൻ്റെ ഫ്രണ്ട് വശം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തുള്ള പരിപാടി നോക്കാം. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ സ്നേഹം കമൻറ്റ് വഴി എന്നെ അറിയിക്കാനും വിട്ടുപോകണ്ട കേട്ടോ. ഞാൻ വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മിക്കപ്പോഴും ഉപയോഗിക്കുന്നത് ഈ ഒരു ബ്രഷാണ് കേട്ടോ. നമ്മളിപ്പോൾ സോഫയുടെ ഗ്യാപ്പായാലും അതുപോലെ നമുക്ക് ജനലിൻ്റെ സൈഡിലായാലും ഫാനായാലും എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ഞാനത് ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യാറ്. എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉറപ്പായും വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പറാണ് സാധനം, ഒരു രക്ഷയില്ലാതെയാണ് കേട്ടോ. നമുക്ക് ജനലൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ബ്രഷ് നമുക്ക് പണികൾ പെട്ടെന്ന് എളുപ്പമാക്കി തരാൻ നല്ലൊരു സാധനമാണ് കേട്ടോ. ഞാൻ എത്ര പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടറിയാം. ജനലിൻ്റെ സൈഡ് നമ്മൾ അധികം ഗ്യാപ്പ് ഇടാണ്ട് ക്ലീൻ ചെയ്തിടാറുണ്ട് കേട്ടോ. മോളൊക്കെ ഇങ്ങനെ കയറി കളിക്കുന്നതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തിടാറുണ്ട്. അതുകൊണ്ട് വലിയ അഴുക്ക് ജനലിൻ്റെ സൈഡിലില്ല. നമ്മൾ ക്ലീൻ ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്തിടാറ്. അതുപോലെ സോഫയുടെ ഗ്യാപ്പും നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട്. വലിയ അഴുക്കൊന്നും അതിൻ്റെ ഇടയിലും ഇല്ല കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കാനായിട്ട് പോകുന്നത് ഫാന് ക്ലീൻ ചെയ്തെടുക്കാനുള്ള നല്ലൊരു ടിപ്സാണ്. അതിനായിട്ട് ഞാനിത് ഇതുപോലൊരു പില്ലോ കവറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിത് നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന് ഫാന് ക്ലീൻ ചെയ്ത് കാണിക്കാം. പില്ലോ കവറിൻ്റെ അകത്തേക്ക് ഞാൻ ഫാൻ്റെ ലീഫ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പില്ലോ കവർ വെച്ചിട്ട് ഞാനിതാ നന്നായിട്ട് പൊടികൾ തുടച്ചെടുക്കുകയാണ്. നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും പൊടി താഴെ പോകാണ്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇതാ ഞാൻ ഫാന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് നല്ല ഉപകാരമാണെന്ന് ഇപ്പോൾ കരുതുന്നു. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് താഴെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. നമുക്ക് മേലിൽ നിന്നുള്ള ഫാനിൻ്റെ പൊടികളൊന്നും താഴത്തേക്ക് പോയിട്ടില്ല. നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ആദ്യം കാണുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയ ആണ്. അപ്പോൾ അവിടെ നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു മിററിൻ്റെ ഒരു വാൾ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അത് നമ്മളിത് ഈ കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് മാറാല കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനാ ഞാൻ ഈ ബ്രഷ് വെച്ചിട്ടൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ സോഫയും ക്ലീൻ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്കിനി ഓരോ റൂമിലേക്കും കിടക്കാം. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ.
ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് 115 മറ്റോ രൂപയായിരുന്നു ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇത്തവണ ഇവിടെ ഓണം നമ്മൾ ആഘോഷിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് ക്ലീനിങ്ങിൻ്റെ സമയം ഇനി മാറ്റി വെക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് തന്നെ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് വീടെടുത്ത് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ കുറച്ചായിട്ട് നമ്മൾ ചെയ്തെടുക്കണം. മക്കളൊക്കെ സ്കൂളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം മതി. ഇതുപോലെ ഓരോന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഓണത്തിന് പെട്ടെന്ന് പണികൾ തീർക്കാനായിട്ട് പറ്റും. റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിക്കണമെങ്കിൽ നമ്മൾ ബെഡ്ഷീറ്റ് നല്ല നീറ്റായിട്ട് വിരിച്ചിരിക്കണം അല്ലേ. അപ്പം ഞാനിത് റൂമിലെ ബെഡ്ഷീറ്റ് കൂടി ഒന്ന് വിരിച്ചിടുന്നുണ്ട്. പിന്നീട് ഞാനിത് നമ്മുടെ റൂമിലെ ഒരു സ്റ്റാൻഡ് ഫാൻ ഉണ്ടായിരുന്നു, അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പം ഞാനിത് ആ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മളെ റൂമിലെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ഒന്ന് റൂമൊന്ന് അടിച്ച് വാരി ഇടുന്നുണ്ട്. നമ്മൾ ബ്രഷ് വെച്ചിട്ടൊന്ന് വിൻഡോ നന്നായിട്ട് ക്ലീൻ ചെയ്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുണി വെച്ച് തുടച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പൊടികളൊന്നും ഇരിപ്പില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ബ്രഷ് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുണി വെച്ച് തുടക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് തുടച്ച് വിടുന്നതേ ഉള്ളൂ. വിൻഡോ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ ഈ റൂമിലേക്ക് കയറിയിട്ടുണ്ട്. ഈ റൂമിലുള്ള കട്ടിലിൻ്റെ അടിഭാഗം കുറച്ച് നാളായിട്ട് ക്ലീൻ ചെയ്തിടാതെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് കട്ടിലിൻ്റെ അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ കട്ടിലിൻ്റെ അടിഭാഗത്ത് പൊടികളൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് കട്ടിൽ വലിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇപ്പം ഞാൻ നിന്ന ഭാഗത്തുള്ള ഏരിയയാണ് ക്ലീൻ ചെയ്യാനായിട്ടുള്ളത്. നമ്മളിതുപോലെ മാസത്തിലൊരു തവണ ഇതുപോലെ കട്ടിൽ രണ്ട് സൈഡിലേക്ക് മാറ്റി ഇട്ടിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കട്ടിലിൻ്റെ മാത്രമല്ല നമ്മളിപ്പോൾ നമ്മളെ റൂമിലെ എല്ലാ ഭാഗവും ക്ലീനായിട്ട് വരും. ഇപ്പോൾ വരുന്ന വീടുകളിലൊക്കെ ഫിക്സഡ് ആയിട്ടുള്ള കട്ടിലൊക്കെയാണ് വരുന്നത്. മക്കളുള്ള വീടാകുമ്പോൾ സോഫയുടെ അടിയിലായാലും കട്ടിലിൻ്റെ അടിയിലായാലും എന്തായാലും അവർ ടോയ്സ് തന്നെയായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അങ്ങനെ ഇതാ കട്ടിലിൻ്റെ അടിയിൽ വെച്ച് മക്കളുടെ ടോയ്സ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ ടോയ്സ് ഒക്കെ എടുത്ത് പെറുക്കിയിട്ട് അവരെ ട്രേ ഉണ്ട് കേട്ടോ. ഞാൻ അവർക്കായിട്ടൊരു ട്രേ വെച്ചിട്ടുണ്ട്, അതിലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട്. ടോയ്സൊക്കെ പെറുക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ നേരെ ഇതാ ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ച് വെക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് വയ്യായ്കയൊക്കെയുള്ള സമയത്താണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ബെഡ്ഷീറ്റ് വിരിച്ച് അതുപോലെ പില്ലോൻ്റെ സ്ഥാനത്തെടുത്ത് വെച്ച് അതൊന്ന് നീറ്റാക്കിയിട്ടാൽ തന്നെ നമ്മുടെ റൂം നന്നായിട്ട് ക്ലീൻ ആയതുപോലെ ഉണ്ടാവും കേട്ടോ. ഞാനിത് ബെഡ്ഷീറ്റ് വിരിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ വിൻഡോ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 റൂമും ഇവിടെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇവിടെ കഴിയാറായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പുതുതായിട്ടായിരിക്കും നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളുടെ വീഡിയോസും ഞങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഇഷ്ടം കമൻറ്റ് വഴി അറിയിക്കാനും വീട്ടു പോകണ്ട. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ, സീ യു.